മീഡിയ ഡെയിലിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹബീബ് ML. പലതരത്തിലുള്ള പനികളാണ് ഇന്ന് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. പ്രത്യേകിച്ച് എറണാകുളം, മലപ്പുറം ജില്ലകളിൽ അടുത്ത കാലത്തായി കേട്ടു തുടങ്ങിയിട്ടുള്ള പലതരം പനികളാണ് നിപ്പ, ഡെങ്കിപ്പനി, എലിപ്പനി. ഇത്തരം പനികൾ പരത്തുന്നത് വവ്വാല്, എലി, കൊതുക് എന്നിങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവയെല്ലാം മുൻകാലങ്ങളിലും നമുക്കിടയിൽ ജീവിച്ചിട്ടുള്ള ജീവികൾ തന്നെയാണ്. അപ്പോൾ അവ മാത്രമാണോ ഇതിന് ഉത്തരവാദികൾ? അല്ല, പിന്നെ നമ്മളും അതിന് ഉത്തരവാദികൾ തന്നെയാണ്. പനിയുടെ ലക്ഷണം കണ്ടാൽ സ്വയം ചികിത്സിക്കാതിരിക്കുക. നമ്മുടെയെല്ലാം ജീവിത രീതികൾ മാറിയതോടെ ഇവയെല്ലാം പിടിമുറുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെല്ലാം തന്നെ വളരെയധികം രോഗികളാണ് ഈ പനി പിടിച്ച് കാണപ്പെടുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം അത് കൊതുകുകൾ അധികരിപ്പിക്കാൻ കാരണമാകുന്നു. ടൈലുകൾ വിരിക്കുമ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവ് അതൊരു മറ്റൊരു കാരണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ ആവിയിൽ വേവിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പൊതുസ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, അതുപോലെ തന്നെ തോടുകൾ, കാണകൾ, കനാലുകൾ ഇവ വൃത്തിയാക്കുക. കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. തോടുകളിലേലും കായലുകളിലേലും കനാലുകളിലേലും എല്ലാം മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഗുണനിലവാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലഭ്യതയും സർക്കാർ ഉറപ്പുവരുത്തേണ്ടതാണ്. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആരോഗ്യമുള്ള ഒരു ജനതയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന തിരിച്ചറിവുണ്ടാവുക.